വീട്ടുന്നതിനു മുൻപ് ശവ്വാലിലെ 6 നോമ്പ് നോൽക്കാമോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതരും പറയുന്നത് റമദാനിലെ നോമ്പ് വീട്ടിയതിനു ശേഷമേ ശവ്വാലിലെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കേണ്ടതുള്ളൂ എന്നാണ്. കാരണം റമദാനിലേത് നിർബന്ധ നോമ്പും ശവ്വാലിലേത് ഐച്ഛികവുമാണ്. മാത്രവുമല്ല, റമദാൻ നോമ്പനുഷ്ഠിക്കുകയും ശേഷം ശവ്വാൽ മാസത്തിൽ നിന്നും 6 നോമ്പുകൾ അതിനെ തുടർന്ന് നോൽക്കുകയും ചെയ്താൽ എന്നാണ് ഹദീസിലുള്ളത്. അപ്പോൾ ഒരാൾ റമദാനിലെ നോമ്പ് പൂർത്തീകരിച്ച ശേഷം ശവ്വാലിലെ 6 നോമ്പുകൾ നോൽക്കുക എന്നതാണ് അത് അർത്ഥമാക്കുന്നത്. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? തുടർച്ചയായിട്ടാണോ അതോ അല്ലാതെയാണോ നോമ്പെടുക്കേണ്ടത് എന്ന ചോദ്യത്തിന് മറുപടിയായി ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു, അതെ, ശവ്വാലിലെ 6 നോമ്പുകൾക്ക് ശ്രേഷ്ഠതയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ്: ആരാണോ റമദാനിനെ തുടർന്ന് ശവ്വാലിൽ നിന്ന് 6 എണ്ണം നോമ്പ് എടുക്കുന്നത്, അവൻ 1 വർഷം നോമ്പ് എടുത്തവനെ പോലെയാണ്. റമദാൻ മുഴുവൻ തീർന്നിട്ടല്ലാതെ ഈ 6 നോമ്പ് ശരിയാവുകയില്ല എന്നത് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് റമദാനിലെ ഖദാ ഉണ്ടെങ്കിൽ അത് ആദ്യം നോൽക്കട്ടെ, പിന്നെ ശവ്വാലിലെ 6. ഇനി ഒരാൾ ഖദാ വീട്ടാതെ ശവ്വാലിലെ 6 നോമ്പ് എടുത്താൽ അവന് ഈ പ്രതിഫലം ലഭിക്കുകയില്ല. തുടർച്ചയായും അല്ലാതെയും 6 നോമ്പ് എടുക്കൽ അനുവദനീയമാണ്. എങ്കിലും തുടർച്ചയാണ് ഉത്തമം.